കോളേജ് ആശുപത്രിയിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കുന്നു. നടപടി ഉണ്ടാകില്ല എന്ന KGM-CTA ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. DME റിപ്പോർട്ട് മറ്റന്നാൾ. പരസ്യ പ്രതികരണം വിലക്കി താരസംഘടനയായ അമ്മ. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ. അമ്മയിലെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് അടുത്ത വെള്ളിയാഴ്ച. രാജ്യത്തെ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ്. ഇന്ത്യയിലെ ന്യൂനപക്ഷം രാജ്യം വിടണോ എന്ന താമരശ്ശേരി ബിഷപ്പ് മാർ റെമിൻജിയോസ് ഇഞ്ചനാനി. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച 15-ന്. ഗാസ പിടിച്ചെടുക്കുമെന്ന നിലപാട് മയപ്പെടുത്തി ഇസ്രായേൽ. ഗാസയെ ഹമാസിൽ നിന്ന് മുക്തമാക്കുക ലക്ഷ്യമെന്ന് ഇസ്രായേൽ. ഇന്ന് അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിനെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി. കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്ന് AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ. കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ.